സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഈ ചത്താ പച്ച എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ചൂടോടുകൂടി തന്നെ നിങ്ങളിലേക്ക് അതിന്റെ റിവ്യൂ എത്തിക്കുമെന്നുള്ളത്. ആ പറഞ്ഞതുപോലെ തന്നെ ആ സിനിമയെ പറ്റി പറയാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ചത്താ പച്ച എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസായി. ഞാൻ കുറച്ച് മുമ്പാണ് ആ പടം കണ്ടിട്ട് ഇറങ്ങിയത്. ആ പടം കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടുള്ള ആധികാരികതയിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ എന്നെപ്പോലെ സാധാരണക്കാരാണ് ആ സിനിമ കാണാൻ പോയിരിക്കുന്നതും. അപ്പോൾ ആ സിനിമയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ക്യാമിയോ റോളിനെ പറ്റി കളിയാക്കിക്കൊണ്ട് കുറേ ആളുകളുണ്ട്. ആ സിനിമ കാണാനിരുന്ന തിയേറ്ററിലും ന്യൂ തിയേറ്ററാണ് ട്രിവാൻഡ്രം. അവിടെയും ക്യാമിയോ റോളിൽ ആൾ വരുന്ന സമയത്ത് എൻട്രി ആവുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പൊട്ടിച്ചിരികളും കളിയാക്കലുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് കുറേ ഫാൻസിന്റെ ബഹളവും ഉണ്ടായിരുന്നു. ഏട്ടൻ ഫാൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇരുന്ന് കളിയാക്കിക്കൊണ്ട് എന്തൊക്കെയോ ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ലാംഗ്വേജ്, ആ സ്ലാങ് യൂസ് ചെയ്തതിനെ പറ്റിയൊക്കെ. നമുക്കറിയാം ഈ ഒരു സിനിമയിൽ മമ്മൂക്ക വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത് എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നില്ല, അതൊരു സ്പോയിലർ ആയിപ്പോ മേ ബി. അപ്പോൾ അങ്ങനെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഇതിഹാസം ഈ പറയുന്ന ചത്താ പച്ച എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ടീമിന് ഒപ്പം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള തിരിച്ചുവരവാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൻ തിരിച്ചുവരവ് തന്നെയാണ് ആ സിനിമയിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂക്ക ഈ സിനിമയിലും അദ്ദേഹത്തിന്റെ ആ സിനിമയോടുള്ള ഭ്രാന്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. നല്ല കിടിലം പഞ്ച്, കിൻഡലിടി നിങ്ങൾക്ക് അവിടെയും കാണാൻ സാധിക്കും. ഈ സിനിമയിൽ മുഴുവനും അടി, ഇടി, തൊഴി എല്ലാം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ RDX സിനിമ കണ്ടിട്ടുള്ളത് പോലെ അത്രയും വലിയൊരു ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം RDX ഒരു കുടുംബത്തിൽ വന്നൊരു സംഭവമാണെങ്കിൽ ഇതൊരു കൂട്ടുകാർക്കിടയിൽ നടക്കുന്ന സംഭവമാണ്. അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്ന ഒരു മാർഗം, അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്ന ഒരു തൊഴിൽ, അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സിനിമയിലെ കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്നാൽ ഓവറോൾ ആ സിനിമ നല്ല അടിപൊളിയായിട്ട് തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇവിടെ നിങ്ങൾ മറ്റുള്ള രീതിയിലൊക്കെ വിചാരിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിലുള്ള പഞ്ചും, ആ സിനിമയിലുള്ള കോമഡിയും, ആ സിനിമയിലുള്ള എല്ലാം ഏകദേശം എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഇനി മനസ്സിൽ വിചാരിക്കുന്ന ബാഹുബലി പോലെയുള്ള സിനിമകൾ, KGF പോലെയുള്ള സിനിമകൾ, അങ്ങനത്തെ RDX, പിന്നെ ജല്ലിക്കെട്ട് അങ്ങനെയുള്ള സിനിമകളാണ് വിചാരിക്കുന്നതെങ്കിൽ ആ ലെവലിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷേ സിനിമ ഓവറോൾ അടിപൊളി സിനിമ തന്നെയാണ്. കൂട്ടുകാർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, കൂട്ടുകാർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളും അവരൊരു വോൾട്ടർ എന്ന് പറയുന്ന ഒരാളുടെ പിള്ളേരാണ്, ഒരു ഗ്യാങ്ങിന്റെ പിള്ളേരാണ്. ആ പിള്ളേർക്കിടയിൽ ഉണ്ടാവുന്ന സംഭവങ്ങളിൽ അതിനിടയിലേക്ക് വലിഞ്ഞു കയറി വരുന്നവന്മാരെ തീർക്കാൻ വേണ്ടിയിട്ട് ആ വോൾട്ടറിന്റെ പിള്ളേരെത്തുന്നു, പിള്ളേർക്കൊപ്പം വോൾട്ടർ എത്തുന്നു. വോൾട്ടറിന്റെ ഒരു വലിയ കാത്തിരിപ്പിന് ശേഷമാണ് വോൾട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കഥാപാത്രം, നമ്മുടെ എല്ലാവരുടെയും ഇതിഹാസം അവിടേക്ക് വരുന്നത്. അപ്പൊ അദ്ദേഹം വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് എല്ലാം നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഒരു സിനിമ റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ റിവ്യൂ ചെയ്യുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ സിനിമ കണ്ടിട്ടുള്ള നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത്, അത് തന്നെയാണ് ഞാനും മനസ്സിൽ വിചാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മമ്മൂക്ക ഈ ഒരു ക്യാമിയോ റോളിൽ വരുമ്പോൾ എന്തിനാണ് മമ്മൂക്കയുടെ ഇത്ര വിരോധം? മോഹൻലാൽ ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇത്രയും വിരോധം ആർക്കും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് അടിപൊളിയായിട്ട് അതിൽ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ ആ സിനിമയെ പറ്റി ഞാൻ റിവ്യൂ ചെയ്തു. ആ സിനിമയുടെ റിവ്യൂ അല്ല, സിനിമയെ പറ്റി വിമർശിച്ചിരുന്നു നല്ലതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ മണ്ടൻ പടമാണെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ സിനിമയിൽ പോയി മോഹൻലാൽ തല വെച്ച് കൊടുത്തു, അല്ലെ മോഹൻലാൽ ആ രീതിയിൽ സംസാരിച്ചു, അല്ലെ കളിച്ച് ചിരിച്ച് നടന്നു എന്നൊക്കെ പറയുമ്പോൾ മമ്മൂക്കയെ പിന്നെ എന്തിനാണ് ഈ കളിയാക്കുന്നത്? മോഹൻലാലിനെ ആ സിനിമയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ് മമ്മൂക്കയെ കളിയാക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. മമ്മൂക്കയ്ക്ക് ഏത് സ്ലാങ് കിട്ടിയാലും അല്ലെങ്കിൽ ഏത് കഥാപാത്രം കിട്ടിയാലും അതിനെ അടിപൊളിയായിട്ട് തകർത്ത് തിമിർത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു സിനിമയിൽ ഇടി എന്ന് പറഞ്ഞാൽ മാസ് ഇടി, കിൻഡൽ ഇടി, അല്ല ചത്താ പച്ച എന്ന് പറയുന്നത് പോലെ തകർപ്പിന് ഇടിയാണ്. ഇടിച്ച് നൂർത്ത് വാരിക്കളയും. നമ്മളെയൊക്കെ ഇങ്ങനെ സീറ്റിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽപ്പിക്കും. നമ്മളൊക്കെ ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ ആണ്. അർജുൻ അശോകനൊക്കെ അതിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ഓരോ പരിപാടികൾ, എല്ലാവരും ബോഡി നല്ല കിഡിലുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചം, ഒരാളെ പോലും നമുക്ക് ഫ്ലോപ്പ് എന്ന് പറയാനില്ല. അടിപൊളിയായിട്ട് തന്നെ ആ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ക്യാമറ ആയിക്കോട്ടെ, അതിന്റെ ഡയറക്ഷൻസ് ആയിക്കോട്ടെ, അതിന്റെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളി എന്നേ പറയാൻ സാധിക്കുള്ളൂ. നമുക്ക് ഒന്നിലും ഒരു മോശം പറയാനില്ല. കാരണം അങ്ങനത്തെ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ക്യാമിയോ റോളിൽ അദ്ദേഹം വന്നു കഴിയുമ്പോൾ കളം മൊത്തത്തിലൊന്ന് കളറാവുന്നുണ്ട്. നമുക്കറിയാം മമ്മൂക്ക എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലാണ് വരാൻ പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. മമ്മൂക്ക സിനിമയോടുള്ള ഒരു ഭ്രാന്ത് ഈ സിനിമയിൽ കാണിച്ചു വെച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മമ്മൂക്കയുടെ കുറച്ച് മാനറിസങ്ങളൊക്കെ ഉണ്ട്. ഒരു രാക്ഷസനായിട്ട് മാറുന്ന ഒരു മമ്മൂക്കയെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും കേട്ടോ. അത് ഈ ഭ്രമയുഗം പോലെയുള്ള സിനിമയിലെ രാക്ഷസനെന്നല്ല, ഒരുമാതിരി ഇങ്ങനെ ഭ്രാന്ത് വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരാളായിട്ട് മമ്മൂക്ക, അല്ലെങ്കിൽ ക്യാമിയോ റോളിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ പിള്ളേരെ തൊടാനും മാത്രം ആയിട്ടുണ്ടോടാ മക്കളെ, അല്ല എന്റെ പിള്ളേരെ എന്തിനാടാ നീയൊക്കെ
ഇങ്ങനെ തൊടാമെന്ന് നിങ്ങൾക്ക് വിചാരിച്ചോ? എൻ്റെ പിള്ളേർ അത്ര മോശമൊന്നുമല്ല. നല്ല രീതിയിൽ എൻ്റെ പിള്ളേർ തിരിച്ചടിക്കുമെടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. നമുക്കറിയാം റിയൽ ലൈഫിൽ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്ന മനുഷ്യനാണ് മമ്മൂക്ക. സിനിമയിൽ വന്നപ്പോഴും സിനിമയിലുള്ള എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സിനിമയിലുള്ളത്. എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടും. കാരണം ആ സിനിമ ആ ഒരു രീതിയിൽ കൂടിയാണ് പോകുന്നത്. നമുക്ക് ഒരിക്കലും ഒരു ലാഗ് ഫീൽ ചെയ്യില്ല. മറ്റുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരു ലാഗൊക്കെ ഫീൽ ചെയ്യും. ഇതിൽ ഒരു ലാഗും ഇല്ല. പെട്ടെന്ന് ഇന്റർവെൽ ആവുമ്പോൾ അയ്യോ ഇന്റർവെൽ ആവരുത്, നമുക്ക് ആ പടത്തിന്റെ ബാക്കി കാണണേ നമ്മൾ ആഗ്രഹിച്ചു പോകും. അങ്ങനത്തെ രീതിയിലാണ് ആ സിനിമ പോകുന്നത്. പക്ഷേ ഇതിലെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഫാൻസ് അല്ലെ ഏട്ടൻ ഫക്തൻസ് എന്ന് പറയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇവരിതിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ക്യാമിയോ റോളിൽ വന്നിരിക്കുന്ന ആളിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു വലിയ അതിപ്രസരം തിയേറ്ററുകളിൽ നമുക്ക് വിസിബിൾ ആണ്. ഇപ്പോൾ കമന്റ് ബോക്സിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ഇട്ടിരിക്കുന്ന ഓരോ വീഡിയോസിന്റെയൊക്കെ അടിയിൽ ഇതേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്യാമിയോ റോളിൽ ആരാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഏകദേശം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് ഞാനായിട്ട് പറഞ്ഞു എന്നല്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ക്യാമിയോ റോളിൽ ആ മനുഷ്യൻ വന്നിട്ട് ആ മനുഷ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഈ പ്രായത്തിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 74 വയസ്സിൽ ചെയ്യാൻ പറ്റുന്ന ഏക ഒരു വ്യക്തി മമ്മൂക്ക മാത്രമാണ്. വേറെ ആൾക്കും പറ്റില്ല. ഇപ്പോൾ മോഹൻലാൽ വന്നിട്ട് മോഹൻലാലിന് പോലും ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഫൈറ്റ് ഒക്കെയാണ് മമ്മൂക്കയുടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കത് മിസ്സായി പോകും. അതിൽ മമ്മൂക്കയുടെ ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നമ്മളാരും വിചാരിക്കത്തില്ല. കുറേ പേരൊക്കെ ഈ മമ്മൂക്കയുടെ പടം വരുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു മമ്മൂക്കയുടെ ഇടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര പ്രതീക്ഷിച്ചാൽ മതി നമുക്കറിയാം. അങ്ങനെയാണെന്നൊക്കെയാണ് ചിലർ പറഞ്ഞത്. എന്നാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മമ്മൂക്കയുടെ പ്രായത്തെ വെച്ചിട്ടാണ് കേട്ടോ അവർ ഈ വിലയിരുത്തിയത്. മമ്മൂക്കയുടെ ഉള്ളിലുള്ള അഭിനിവേശത്തെ വെച്ചിട്ട് ആരും വിലയിരുത്താറായിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം മമ്മൂക്ക ഒരു ഭ്രാന്തനാണെന്നുള്ളത്. ആ ഭ്രാന്തനെ ആ ഒരു കളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ വെച്ച് ആരും ഒന്നും പറയാറില്ല. അദ്ദേഹത്തിന്റെ മാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള അഭിനിവേശത്തിനെ വെച്ചൊന്നും പറയാറില്ല. പറയുന്ന ആളുകളുണ്ട്. ഏട്ടൻ ഭക്തൻസ് എന്ന്, ഈ പറയുന്ന ഏട്ടൻ ഭക്തൻസ് അല്ലെങ്കിൽ കുറച്ച് സംഘികള് ഇവരൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവരൊന്നും പറയുന്നതല്ലല്ലോ സിനിമ. അല്ലെങ്കിൽ ഇവരൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളല്ലല്ലോ സിനിമയിൽ സംഭവിക്കുന്നത്. മമ്മൂക്കയ്ക്ക് അറിയാം എന്തെങ്ങനെ ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഇതിൽ അവർക്കൊരു കൈ കൊടുത്തിരിക്കുകയാണ് ആ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ സിനിമ എന്തായാലും വിജയിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. നല്ല രീതിയിൽ വിജയിക്കും. എല്ലാവരും അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് നമുക്ക് ആ സിനിമയിൽ ഓരോ സീക്വൻസിലും അല്ലെങ്കിൽ ഓരോ സീൻസിലും കാണാൻ സാധിക്കും. ആ എഫേർട്ടിനുള്ള ആ ഒരു അവർക്കുള്ള എന്താ പറയുക അവരുടെ ഡെഡിക്കേഷനുള്ള ആ ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ മമ്മൂക്ക ഈ ഒരു കാര്യത്തിലും കളിയാക്കാൻ വേണ്ടി അല്ലെ മമ്മൂക്കയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ഇവരുടെയൊക്കെ ചേതോ വികാരം എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആ ചേതോ വികാരം ഏതൊക്കെ രീതിയിൽ കൂടിയാണ് നടക്കാൻ പോകുന്നതെന്നും ഏതൊക്കെ രീതിയിൽ കൂടിയാണ് കഥ മെനഞ്ഞെടുക്കാൻ പോകുന്നതെന്നും നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം കേട്ടോ. മമ്മൂക്കയുടെ ഈ പ്രായത്തിൽ മമ്മൂക്ക എന്ത് ചെയ്തു എന്നല്ല, മമ്മൂക്ക എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. എങ്ങനെ ചെയ്തു എന്നല്ല, എന്ത് ചെയ്യുന്നു അല്ലെ എന്തിന് ചെയ്യുന്നു എന്നാണ്. മമ്മൂക്കയ്ക്ക് അറിയാം, നമുക്കറിയാം മമ്മൂക്കയ്ക്ക് പണത്തിനോടല്ല ആക്രാന്തം, സിനിമയോടാണ് ആക്രാന്തം, അഭിനയത്തിനോടാണ് അഭിനിവേശം. അതിനുവേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. എന്തായാലും ഈ സിനിമ നിങ്ങൾ കാശ് കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ വെറുത്താണ്. ഒരിക്കലും നിങ്ങൾക്ക് ആ കാശ് നഷ്ടമാവില്ല. അതിനുള്ള വാല്യൂ അല്ലെ അതിനുള്ള ട്രെൻഡ് അല്ലെങ്കിൽ അതിനുള്ള എല്ലാം ആ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.